അമ്പലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ചായ കുടിക്കാൻ പോയേ. അമ്പലത്തിൽ തൊഴുത ശേഷം വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് സ്കൂളിലേക്ക് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ സമയം ഒരുപാട് വൈകിപ്പോയ കാരണം പുറത്തൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വന്നതാണേ. സ്കൂളിൽ ഇൻഡിപെൻഡൻസ് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്കൂളിലേക്ക് മോളെ ചേർക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്നെ +2 പഠിപ്പിച്ച അധ്യാപകൻ ഈ സ്കൂളിലിപ്പോൾ എൻ്റെ മോളെയും പഠിപ്പിക്കുന്നു, ഷൈജു സാർ. എൻ്റെ മോളുടെയും ഫ്രണ്ട്സിൻ്റെയും ഒരു ദേശഭക്തി ഗാനം കൂടി ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴേക്ക് നല്ല വെയിൽ തുടങ്ങിയേ. 1-2 കുട്ടികൾ ബാലൻസ് പോയി വീണുപോയി. നമുക്ക് നമ്മുടെ സ്കൂൾ ലൈഫിൽ ഓരോരോ എക്സ്പീരിയൻസും ഓരോരോ കഥകളും പറയാനുണ്ടാവുമല്ലോ. പണ്ടൊരു ഓഗസ്റ്റ് 15-ന് സ്പീച്ചിന് എൻ്റെ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് വിളിക്കുമ്പോഴേക്ക് ദേ ഞാൻ പൊത്തോന്ന് നിലത്ത്. പ്രോഗ്രാമൊക്കെ 2 മണിക്കൂർ കൊണ്ട് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോളെയും കൂട്ടി വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. കുറച്ച് നേരം നമ്മൾ മക്കൾസിനൊപ്പം സ്പെൻഡ് ചെയ്തു. ഞാനൊരു 90s പ്രോഡക്റ്റ് ആണെങ്കിലും ഈ ഒരു ജെൻസി പിള്ളേർക്കൊപ്പം ചേർന്നപ്പോൾ ഞാനും ഒരു ജെൻസി കുട്ടിയായ പോലെ തോന്നിപ്പോയി. ഒരു വീഡിയോ ക്ലിപ്പിന് വേണ്ടിയുള്ള പ്രഹസനങ്ങളാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങും വഴി വീടിനടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെയും കണ്ടു. അല്ലറ ചില്ലറ നൊട്ട നുണകളൊക്കെ പറഞ്ഞ് നമ്മളും പിരിഞ്ഞു. അത്രേ ഉള്ളൂ കേട്ടോ. സി യു.